പുഴമ്പുറത്ത് വിദേശ മദ്യഷാപ്പ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കാതെ ജനകീയ ഉപരോധ സമരം. പൊന്നാനി ചമ്പ്രവട്ടം ജംഗ്ഷനിൽ നിന്നും പുഴമ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം മുതൽ മാറ്റി സ്ഥാപിച്ച വിദേശ മദ്യഷാപ്പ് ഇന്ന് കാലത്ത് 9 മണി മുതൽ തുറക്കാൻ അനുവദിക്കാതെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ജനകീയ സമിതി പ്രതിഷേധം തുടങ്ങിയത്. 10 മണിക്ക് മദ്യഷാപ്പ് തുറക്കാനെത്തിയ ജീവനക്കാരെ പോലും അകത്തേക്ക് കടത്തിവിടാതെ വഴിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധ സമരം തുടർന്നു. 3 മണിക്കൂർ പിന്നിട്ട പ്രതിഷേധക്കാരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഒരു സംശയമില്ല. ജനകീയ സമിതി ഇല്ലാതെ അനുവദിക്കില്ല. ജനകീയ സമിതി ആയിരത്തി 1953 ഫോറിൻ ലിക്കർ റൂൾസിൽ നിഷ്കർഷിക്കുന്ന ആരാധനാലയങ്ങളിൽ നിന്നുള്ള ദൂരപരിധി പാലിക്കാതെയാണ് ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും ലൈസൻസ് കരസ്ഥമാക്കിയത്. എന്നാൽ പൊന്നാനി നഗരസഭ ലൈസൻസ് അനുവദിച്ചിട്ടുമില്ല. കെട്ടിടത്തിന്റെ നമ്പർ കിട്ടുന്നതിന് നൽകിയ കംപ്ലീഷൻ പ്ലാനിൽ നിന്നും നിരവധി മാറ്റങ്ങൾ വരുത്തിയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നും അതുകൊണ്ട് ഇത് അടച്ചുപൂട്ടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. വീതി കുറഞ്ഞ എടപ്പാൾ പൊന്നാനി റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഈ കെട്ടിടത്തിന്റെ അടുത്താണ് സിനിമാ തിയേറ്റർ പ്രവർത്തിക്കുന്നത്. വിദേശ മദ്യഷാപ്പ് തുറന്ന് മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴേക്കും വൻ ഗതാഗത തടസ്സമാണ് ഇവിടെ ഉണ്ടായത്. വടക്ക് ഭാഗത്തുള്ള പതിയാരത്ത് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം 50 മീറ്ററിൽ താഴെയാണ്. ഈ കെട്ടിടത്തിനോട് ചേർന്നാണ് മുണ്ടംവളപ്പിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുഴമ്പുറം നൂറുൽ ഹുദ മദ്രസ, നിസ്കാരപ്പള്ളി, ഐശ്വര്യ തിയേറ്ററിന് മുന്നിലുള്ള ജുമാ മസ്ജിദ് എല്ലാം 100 മീറ്ററിന് താഴെയുമാണ് ദൂരം. നിയമം പാലിച്ചെന്ന് കാണിക്കാനായി മുൻഭാഗത്ത് മതിൽ കെട്ടി സൈഡിലൂടെ വഴി ഒരുക്കിയാണ് പ്രവർത്തിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളടക്കം നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധത്തിൽ അണിനിരന്നു. മലപ്പുറം AR ക്യാമ്പിൽ നിന്നും പൊന്നാനിയിൽ നിന്നും എത്തിയ പോലീസ് പ്രതിഷേധക്കാരെ ബലപ്രയോഗം നടത്തിയാണ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. രജി ഷൂപ്പാല, ഫർഹാൻ BM, CP സക്കീർ, PT ഹംസ, A അബ്ദുൽ സലാം എന്നീ 5 പേരുടെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. ബീവറേജ് ഔട്ട്ലെറ്റ് ഈ പ്രദേശത്ത് തുറക്കാൻ സമ്മതിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഈ കൂടിയ ജനങ്ങളെല്ലാവരും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ നാടിന്റെ സമാധാനത്തിനും ഈ നാട്ടിൽ ഈ ബീവറേജ് ഔട്ട്ലെറ്റ് തുറക്കാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസത്തിലൂടെയും ഈ സമരത്തിലെത്തിയ ആളുകളാണ് എല്ലാവരും. നിയമാനുസൃതമായ എല്ലാ കാര്യങ്ങൾ പരിശോധിച്ച് നിയമലംഘനം നടത്തി ഇവിടെ പ്രവർത്തിക്കുന്ന ഔട്ട്ലെറ്റ് നിയമപരമായി തന്നെ അത് പൂട്ടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം. നഗരസഭ എന്ന നിലയിൽ നഗരസഭയുമായി ബന്ധപ്പെട്ട ലൈസൻസിന് ഇവർ അപേക്ഷിച്ചിട്ടുണ്ട്. ആ അപേക്ഷയുടെ മുകളിലുള്ള പരിശോധന നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ ബിൽഡിംഗ് ആക്ട് പ്രകാരം നമ്പർ കൊടുത്ത് അതിനുശേഷം ഹൈലൈറ്റ് ചെയ്ത ചില ബിൽഡിംഗ് സിവിൽ വർക്കുകളുണ്ട്. അതും പരിശോധിച്ച് ആ പരിശോധനയുടെ മേലെ വയലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഈ ബിൽഡിംഗിൽ ഇത് പ്രവർത്തിക്കാൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാടിന്റെ ജനകീയമായിട്ടുള്ള ഒരു ആവശ്യത്തെയാണ് നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്നത്. ഇവിടെ രജി ഷൂപ്പാല സൂചിപ്പിച്ചതുപോലെ ഒരു അനുമതിയുമില്ലാതെയാണ്, നഗരസഭയുടെ അനുമതിയില്ലാതെയാണ് ഇതിവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇത് ജനകീയമായൊരു വിഷയമാണ്. ഈ നാടിൻ്റെ ഒരാപത്തായി നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. എല്ലാവരും ഒരുമിച്ച് ഇതിനെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ അനിവാര്യതയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ചുട്ടുപൊള്ളുന്ന വെയിലിലും നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. എത്ര സമയം ഇരിക്കേണ്ടി വന്നാലും ആ സമയം നമ്മൾ അതിശക്തമായി തന്നെ ഈ ബിവറേജ് ഇവിടെ നിന്ന് പൂട്ടിക്കുന്നത് വരെ
അതിശക്തമായി എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇവിടെ ഇതിനെതിരെ ചെറുത്തു നിൽക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ആഗോളതലത്തിൽ പ്രീമിയർ സർക്കിൾ പുരസ്കാരം നേടിയ ഏക അക്കാദമി. ഇന്ത്യ, ദുബായ്, സൗദി, ഷാർജ, ഖത്തർ, ഒമാൻ, UK, US, ഇറ്റലി തുടങ്ങി വിവിധ രാജ്യങ്ങളിലായി 10,000-ലധികം വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരം. ഉയർന്ന അഭിലാഷങ്ങളുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ അക്കാദമിയിൽ നിങ്ങളുടെ കരിയർ നവീകരിക്കാം. ഉന്നത നിലവാരമുള്ള ലാഭകരമായ കോഴ്സുകൾ. അക്ബർ അക്കാദമി, എ യൂണിറ്റ് ഓഫ് അക്ബർ ഗ്രൂപ്പ്.